രണ്ടാം വർഷ ഗണിതത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ ക്ലാസ് വരുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ക്ലാസ് മുഴുവനായി ഒബ്സർവ് ചെയ്തവർ മാത്രം ഈ ക്ലാസ് ഒബ്സർവ് ചെയ്തു പോവുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻസുകളാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് കണ്ടിന്യൂസ് ആവുക എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആ ഫംഗ്ഷൻ്റെ ഡൊമൈനിലുള്ള എല്ലാ പോയിന്റുകളിലും കണ്ടിന്യൂറ്റി നിലനിൽക്കുകയാണെങ്കിൽ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ എങ്ങനെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് ചെക്ക് ചെയ്യാം, ഡിസ്കണ്ടിന്യൂസ് പോയിന്റുകൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നീ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ കൂടിയാണ് നമ്മൾക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിലൊരു ക്വസ്റ്റ്യനാണ് നിങ്ങൾ ബോർഡിലേക്ക് നോക്കുമ്പോൾ കാണുന്നത്. ആ ക്വസ്റ്റ്യനിൽ എന്താണ് നമുക്ക് ചെയ്യാനുള്ളത് എന്നുള്ള കാര്യം ഒന്ന് പരിശോധിക്കാം. ഫൈൻഡ് ഓൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് എഫ് വേർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു. നിങ്ങൾക്കൊരു ഫംഗ്ഷൻ അവിടെ തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷൻ എന്ന് പറയുന്നതിൻ്റെ ഡിസ്കണ്ടിന്യൂസ് ആകുന്ന പോയിന്റുകളാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ആ ഫംഗ്ഷൻ ഒന്ന് ഒബ്സർവ് ചെയ്യുക നിങ്ങൾ. സൈൻ എക്സ് ബൈ എക്സ് ഇഫ് എക്സ് ലെസ് ദാൻ 0. എക്സ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 0ന്റെ താഴെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ എപ്പോഴും ഫംഗ്ഷൻ സൈൻ എക്സ് ബൈ എക്സ് ആണ്. എക്സ് പ്ലസ് 1 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. എക്സ് 0 ആവുകയും 0ന്റെ മുകളിൽ വാല്യൂ വരികയും ചെയ്യുകയാണെങ്കിൽ നമ്മളവിടെ ഫംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞ കാര്യത്തിനെയാണ്. ഇവിടെ ഇതിന് ഡിസ്കണ്ടിന്യൂസ് പോയിന്റ് എന്ന് പറയുന്ന ആശയം നമ്മൾ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക പോയിന്റ് അതിലുണ്ട്. അത് ഏതാണ്? 0 എന്ന് പറഞ്ഞ പോയിന്റാണ്. കാരണം 0ന്റെ താഴെയാണ് നമ്മൾ സി എന്ന് പറയുന്ന ആർബിട്രറി എലമെന്റ് എടുക്കുന്നതെങ്കിൽ എല്ലായ്പ്പോഴും ഫംഗ്ഷൻ എന്താ വരിക? സൈൻ എക്സ് ബൈ എക്സ് ആണ് വരിക. അപ്പോൾ ലിമിറ്റ് വാല്യൂ ഫംഗ്ഷന്റെ വാല്യൂ ഒക്കെ എന്താ വരിക? സെയിം ആണ് വരിക. ഗ്രേറ്റർ ദാൻ 0 ആണ് വരുന്നതെങ്കിലോ അപ്പോഴും എക്സ് പ്ലസ് 1 ആണ് ഫംഗ്ഷൻ വരിക. അപ്പോൾ എന്താ സംഭവിക്കുക? ഫംഗ്ഷന്റെ വാല്യൂ ലിമിറ്റിന്റെ വാല്യൂ എന്തായിട്ട് നിൽക്കും? സെയിം ആയിട്ട് നിൽക്കും. അപ്പോൾ ഡിസ്കണ്ടിന്യൂസ് ആവണം എന്നുണ്ടെങ്കിൽ ഏത് പോയിന്റ് ആവാനാ സാധ്യത ഉള്ളത്? 0 എന്ന് പറഞ്ഞ പോയിന്റിലാണ്. അപ്പോൾ നമ്മൾ 0 എന്ന് പറഞ്ഞ പോയിന്റ് ലൈനിന്റെ കണ്ടിന്യൂറ്റി ഒന്ന് ചെക്ക് ചെയ്യാണ്. അതിനുവേണ്ടി ആദ്യം നമ്മൾ കണ്ടെത്തേണ്ടത് എഫ് ഓഫ് 0. എക്സ് 0 ആണെങ്കിൽ ഫംഗ്ഷൻ എക്സ് പ്ലസ് 1 ആണ്. പക്ഷെ നമുക്ക് ഫംഗ്ഷൻ അല്ല എഴുതേണ്ടത്, എഫ് ഓഫ് 0 ആണ് എഴുതേണ്ടത്. എഫ് ഓഫ് 0 എഴുതണമെങ്കിൽ അപ്പം എന്ത് ചെയ്യണം? എക്സിന്റെ സ്ഥാനത്ത് നിങ്ങൾ 0 കൊടുക്കുക. 0 പ്ലസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 1. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് 0 താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ സിമ്പിൾ എവിടെയാണോ നിലനിൽക്കുന്നത് ആ ഫംഗ്ഷനിലേക്കാണ് പോകേണ്ടത്. ഇവിടെയാണ് ലെസ് ദാൻ വരിക. അപ്പോൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സൈൻ എക്സ് ബൈ എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ ലിമിറ്റിന്റെ ഇവാലുവേഷനിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് എന്ന് പറയുന്നത് ജനറൽ റിസൾട്ട് ആണ്. അതിന്റെ ആൻസർ എത്രയാണ്? 1 ആണ്. അതേ റിസൾട്ട് തന്നെയാണ് ഇവിടെയും വരിക. അപ്പൊ ലിമിറ്റിന്റെ വാല്യൂ എന്താ വരിക? 1 ആണ് അവിടെ വരുന്നത്. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് 0 മുകളിൽ ഗ്രേറ്റർ ദാൻ സിമ്പിൾ വരുന്നത് ഫംഗ്ഷൻ വരുന്നത് എക്സ് പ്ലസ് 1. ഇത് പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് നേരിട്ടിട്ട് എന്ത് ചെയ്യാം? നമുക്ക് എക്സിന് 0 എന്ന് പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്യാം. ആൻസർ എന്ത് വരും? 0 പ്ലസ് 1 ഇറ്റ് ഇസ് ഈക്വൽ ടു 1. ഫംഗ്ഷന്റെ വാല്യൂ ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് എല്ലാം 1 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കൺക്ലൂഷൻ പറയാം? Therefore f is continuous at x equal to 0. നമ്മൾ പറഞ്ഞു ഡിസ്കണ്ടിന്യൂറ്റി സംഭവിക്കണമെങ്കിൽ ആകെ ഒരു പോയിന്റിൽ ഡിസ്കണ്ടിന്യൂറ്റി വരാൻ ചാൻസ് ഉള്ളൂ. അത് ഏതാണ്? x equal to 0 ആണ്. പക്ഷേ ആ കാര്യം നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? കണ്ടിന്യൂസ് ആണ് എന്നുള്ള ആശയമാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അർത്ഥം എന്താണ്? ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നതിന് ഡിസ്കണ്ടിന്യൂസ് പോയിന്റുകൾ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് കൺക്ലൂഷൻ കൊടുക്കാം. Therefore f has no discontinuous point. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി. എയിൻ്റെയും ബിൻ്റെയും വാല്യൂ ആണ് കണ്ടുപിടിക്കാനുള്ളത്. അതിനുവേണ്ടി നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്നുള്ള കാര്യം തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ കാര്യം തന്നിരിക്കുന്നത് എങ്ങനെയാണ്? 5 ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. 2 2വിനേക്കാൾ താഴെയോ ആണ് എക്സ് എടുക്കുന്നതെങ്കിൽ ഫംഗ്ഷൻ എപ്പോഴും 5 ആണ് വരിക. 2ന്റെയും 10ന്റെയും ഇടയിലാണ് എക്സ് വരുന്നതെങ്കിൽ അവിടെ നമ്മുടെ ഫംഗ്ഷൻ എക്സ് പ്ലസ് ബി ആണ് വരിക. 10 എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ വരികയാണെങ്കിൽ അവിടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 21 ആണ്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അതായത് ഡൊമൈനിലുള്ള എല്ലാ പോയിന്റുകളിലും ആ ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ്.
അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു റൈറ്റിൽ കാണുന്ന ഭാഗം മാത്രം ഒന്ന് ഒബ്സർവ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് രണ്ട് നമ്പറാണ് കാണാൻ വേണ്ടി പറ്റുക, 2 എന്ന് പറയുന്നതും 10 എന്ന് പറയുന്നതും. 2വിലും അത് കണ്ടിന്യൂസ് ആണ്, അതുപോലെ എന്തിലും കണ്ടിന്യൂസ് ആണ്, 10ലും കണ്ടിന്യൂസ് ആണ്. ഈ രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എവിടേക്ക് എത്തുന്നത്, എയും ബിൻ്റെയും വാല്യൂ എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം 2വിലെ കണ്ടിന്യൂറ്റി ഒന്ന് നോക്കാം. 2വിലെ കണ്ടിന്യൂറ്റി നോക്കുമ്പോൾ f(2) ഈക്വൽ കേസ് വരുന്നത് ഇവിടെയാണ്, അവിടെ ഫംഗ്ഷൻ 5 ആണ്. അതുകൊണ്ട് തന്നെ f(2) എത്രയായിരിക്കും, 5 ആയിരിക്കും. ലിമിറ്റ് x ടെൻസ് ടു 2 മൈനസ് f(x) ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു 2 മൈനസ് 2നേക്കാൾ താഴെ വരുന്നത് എപ്പോഴാണ്, ഫംഗ്ഷൻ 5 ആകുമ്പോഴാണ്. അതായത് ലിമിറ്റ് വാല്യൂ എന്ത് തന്നെ തരിക, 5 തന്നെ വരിക. അതിൻ്റെ അർത്ഥം എന്താണ്, കോൺസ്റ്റന്റിന്റെ ലിമിറ്റ് എന്ത് തന്നെയാണ്, കോൺസ്റ്റന്റ് തന്നെയാണ് വരിക. ലിമിറ്റ് x ടെൻസ് ടു 2 പ്ലസ് f(x) ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു 2 പ്ലസ്, ഇവിടെ f(x) എന്ന് പറഞ്ഞാൽ എന്താണ്, 2നേക്കാൾ മുകളിൽ x എടുക്കുമ്പോൾ എന്താണ് വരിക, ax പ്ലസ് ബി, which is equal to, നമ്മൾ എന്താ ചെയ്യാറ്, ലിമിറ്റ് കാണാൻ നേരിട്ട് ടെക്സ്റ്റിന് 2 അപ്ലൈ ചെയ്യാം. 2 അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് a into 2 plus b, which is equal to 2a plus b. നമുക്കറിയാം ഈ ഫംഗ്ഷൻ മൊത്തം കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ 2വിൽ കണ്ടിന്യൂസ് ആണ്. 2വിൽ കണ്ടിന്യൂസ് ആവണം എന്നുണ്ടെങ്കിൽ ഈ 3 ആൻസറുകളും ഈക്വൽ ആയിരിക്കണം. ഇതിൽ ആദ്യത്തെ 2 ഈക്വൽ ആയിട്ട് നിങ്ങൾക്ക് കാണാം. ലെഫ്റ്റും റൈറ്റും കോയിൻസൈഡ് ചെയ്താൽ മാത്രമേ ലിമിറ്റ് ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് എന്ത് പറയാം, 2a പ്ലസ് ബി എന്ന് പറയുന്നത് നിർബന്ധമായും 5 ആയിരിക്കണം. ഇതിനെ ഞാൻ ഒന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് എടുക്കുകയാണ്. ഇനി 10ലെ കണ്ടിന്യൂറ്റി നോക്കാം. 10ലെ കണ്ടിന്യൂറ്റി നോക്കുമ്പോൾ f(10) ഈക്വൽ ടു കേസ് വരുന്നത് ഇവിടെയാണ്. അതുകൊണ്ട് തന്നെ ആൻസർ എത്ര വരിക, 21 ആണ് വരിക. ലിമിറ്റ് x ടെൻസ് ടു 10 മൈനസ് f(x) ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു 10 മൈനസ് 10നേക്കാൾ താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ അവിടെ എന്താണ്, ax പ്ലസ് ബി. എക്സിന് നമ്മൾ നേരിട്ട് 10 അപ്ലൈ ചെയ്യുക, a ഇൻറ്റു 10 പ്ലസ് ബി, വിച്ച് ഇസ് ഈക്വൽ ടു 10a പ്ലസ് ബി. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്ന ആശയം, ലിമിറ്റ് x ടെൻസ് ടു 10 പ്ലസ് f(x) ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു 10 പ്ലസ് f(x)ന്റെ സ്ഥാനത്ത് ഇവിടെ വരുന്ന എത്രയാണ്, 21. 21ന്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് വരിക, 21 തന്നെയാണ് വരിക. ഇത് രണ്ടും ഈക്വൽ ആയാൽ മാത്രമേ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് അവർ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, 10a പ്ലസ് ബി എന്ന് പറയുന്നത് 21 ആയിരിക്കണം. ഇത് ഇക്വേഷൻ നമ്പർ 2. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ 2 ഇക്വേഷൻസുകൾ കിട്ടിയിട്ടുണ്ട്. ആ 2 ഇക്വേഷൻ ഒന്ന് നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആദ്യം കിട്ടിയ ഇക്വേഷൻ എന്താണ്, 2a പ്ലസ് ബി എന്ന് പറയുന്നത് 5 ആണ്. ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് 10a പ്ലസ് ബി എന്ന് പറയുന്നത് 21 ആണ്. 2 ഇക്വേഷനിലും ബി എന്ന് പറയുന്ന ആശയം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ, ഒരേ സിമ്പിളോട് കൂടി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 2 ഇക്വേഷൻ തമ്മിലൊന്ന് മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യുന്ന സമയത്ത് 2a മൈനസ് 10a എന്ന് പറഞ്ഞാൽ മൈനസ് 8a, ബിയിൽ നിന്ന് ബി പോയി കഴിഞ്ഞാൽ 0 ആയി. 5 മൈനസ് 21 എന്ന് പറയുന്നത് മൈനസ് 16. a ഈക്വൽ ടു മൈനസ് 16 ബൈ മൈനസ് 8, വിച്ച് ഇസ് ഈക്വൽ ടു 2. a എന്ന് പറയുന്നതിന്റെ വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് a ഈക്വൽ ടു 2 ഇൻ ഇക്വേഷൻ നമ്പർ 1, ഒന്നാമത്തെ ഇക്വേഷൻ കൊണ്ട് കൊടുക്കുകയാണ്. കൊണ്ടുകൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, 2 ഇൻറ്റു a എന്നതിന് പകരം 2 വരും, പ്ലസ് ബി ഈക്വൽ ടു 5. അതായത് 4 പ്ലസ് ബി എന്ന് പറയുന്നത് 5 ആണ്. ബി എന്ന് പറയുന്നത് 5 മൈനസ് 4, വിച്ച് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ എന്റെ വാല്യൂ 2 കിട്ടും, ബി എന്ന് പറയുന്നതിന്റെ വാല്യൂ 1 എന്ന് പറഞ്ഞ ആശയം കിട്ടുന്നു. ഇത് ക്വസ്റ്റ്യൻ പേപ്പറുകൾ പ്രീവിയസ് ഇയറിലുള്ള കാര്യങ്ങൾ നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഈ 2 നമ്പറുകൾ വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇതേ ചോദ്യം പല ക്വസ്റ്റ്യൻ പേപ്പറുകളായിട്ട് കാണാൻ വേണ്ടി പറ്റും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഇവിടെ വരുന്നത്. ഈ റൈറ്റ് സൈഡ് മാത്രം നിങ്ങളൊന്ന് നോക്കുക. ഇഫ് കണ്ടീഷൻ കഴിഞ്ഞ് കിടക്കുന്നതിൽ ആ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുക. അപ്പോൾ എയിലും ബിയിലുമുള്ള 2 ഇക്വേഷൻസ് നിങ്ങൾക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും. അത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് എ കണ്ടെത്താം, ബി കണ്ടെത്താം. ഇത്തരം മോഡലിലുള്ള എല്ലാ ചോദ്യങ്ങളും ഈ ഒരു ലോജിക്കിലൂടെയാണ് നമ്മൾ ചെയ്ത് പഠിക്കേണ്ടത്. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഡിറ്റർമിൻ ഇഫ് എഫ് ഡിഫൈൻഡ് ബൈ f(x) ഈക്വൽ ടു x സ്ക്വയർ സൈൻ 1 ബൈ എക്സ് ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0, 0 ഇഫ് എക്സ് ഈക്വൽ ടു 0 ഈസ് കണ്ടിന്യൂസ്. നിങ്ങളുടെ മുമ്പിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്നുള്ള കാര്യം നമ്മൾ ഡിറ്റർമിൻ ചെയ്യണം. ഫംഗ്ഷന്റെ ഉള്ളിലേക്ക് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ 0 ആകുമ്പോൾ ഉള്ള വാല്യൂ അല്ലെങ്കിൽ ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. 0 അല്ലെങ്കിൽ നമുക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. 0 അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ 0യും ഗ്രേറ്റർ ദാൻ 0യും അതിൽ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് തന്നെ
ആ ഒരു കാര്യത്തിൽ നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് കാണാൻ ആവശ്യമില്ല. നേരിട്ടിട്ട് എന്ത് ചെയ്താൽ മതി, നമ്മൾ ലിമിറ്റ് എന്ന് പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്താൽ മതി. അത് ഈ ഫംഗ്ഷൻ ഒബ്സർവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറേയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണോ എന്നാണ് നമ്മുടെ അടുത്തുള്ള ചോദ്യം. ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞിരുന്നു, ഇവിടെ ഇങ്ങനെ 0 എന്ന് പറഞ്ഞ പോയിന്റിലാണ് ഇതിനെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുകയാണെങ്കിൽ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളൂ. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്താൽ മതി, 0യിൽ കണ്ടിന്യൂറ്റി ഒന്ന് ചെക്ക് ചെയ്യണം. 0യിൽ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുമ്പോൾ f(0) x 0 ആകുമ്പോൾ എന്താണ്, ഫംഗ്ഷൻ തന്നെ 0 ആണ്. അപ്പോൾ വാല്യൂവിൻ്റെ കാര്യം പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, എന്താണ് 0 ആണ് കിട്ടുന്നത്. ഇനി ലെഫ്റ്റ് റൈറ്റും വേണ്ട എന്ന് നമ്മൾ മുൻപേ പ്രതിപാദിച്ചു. അതുകൊണ്ട് തന്നെ ലിമിറ്റ് x ടെൻസ് ടു 0 f(x) എന്ന് പറഞ്ഞ ആശയം ഒന്ന് കണ്ടുപിടിക്കുകയാണ്. ലിമിറ്റ് x ടെൻസ് ടു 0 x² sin 1/x, f(x)ന് പകരം x² sin 1/x എന്ന് പറഞ്ഞ കാര്യം നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇതിലെ ലിമിറ്റ് എന്ന് പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് ഇൻഡിറ്റർമിനേറ്റ് ഫോം എന്ന് പറഞ്ഞ രീതിയിലേക്കുള്ള കണക്ഷനൊക്കെ പോവാം. ഇനി അതും അല്ലെങ്കിൽ ഇതിൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഉണ്ട്. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അത്തരം ലിമിറ്റുകൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ലിമിറ്റ് x ടെൻസ് ടു 0 sin x by x is equal to 1 എന്ന് പറഞ്ഞ ജനറൽ റിസൾട്ടാണ് ഉപയോഗിക്കുക. അപ്പോൾ sin x എന്ന് പറയുന്നതിൽ ആംഗിൾ പൊസിഷൻ നിൽക്കുന്ന x ആണ്. അതേ x കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യണം. അതേ x കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് പറയുക, ആ x 0യിലേക്ക് കൂടി ടെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ജനറൽ റിസൾട്ട് പ്രകാരം 1 എന്ന് പറയും. അതേപോലെയുള്ള ആശയത്തിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അത്തരം ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ ലിമിറ്റ്സുകളൊക്കെ നമ്മൾ കണ്ടെത്തുന്നത്. ഇവിടെയും അതുപോലെ ട്രിഗണോമെട്രിക് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട ഒരു സാധനം കിടക്കുന്നുണ്ട്. എന്താണ്, sin 1/x എന്ന് പറഞ്ഞ കാര്യം. അപ്പോൾ നിങ്ങളിവിടെ ആലോചിക്കേണ്ടത് ആ ഒരു റിസൾട്ടാണ് ഓർമ്മയിലേക്ക് കൊണ്ടുവരേണ്ടത്. ആ റിസൾട്ടിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ എന്ത് പറയുക, ആൻസറിലേക്ക് കണക്ഷൻ കൊണ്ടുവരുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം നിങ്ങൾ, ലിമിറ്റ് x ടെൻസ് ടു 0 sin 1/x by 1/x². ഇത് നമ്മൾ മുകളിൽ എഴുതിയതിനെ ഒന്ന് റീറൈറ്റ് ചെയ്തതാണ് കാണുന്നത് നിങ്ങൾ. കാരണം എന്താ, x² എന്ന് പറയുന്നതും 1/1/x² എന്ന് പറയുന്നതും എന്താണ്, ഈക്വൽ ആണ് എന്നാണ് ഞാൻ പറയുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക, x² ഈക്വൽ ടു 1/1/x² എന്നാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഐഡിയ. 1 എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, റെസിപ്രോക്കൽ എടുക്കുക എന്നാണ്. 1/x² റെസിപ്രോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക, x²/1 ആണ് വരിക. അതായത് അത് എന്ത് തന്നെയാണ്, x² തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഐഡിയ ആണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇത് അപ്ലൈ ചെയ്യുന്നതിൻ്റെ പിന്നിൽ എന്തുണ്ട്, തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞ ജനറൽ റിസൾട്ടുമായി കണക്ട് ചെയ്യേണ്ട ഒരു ആവശ്യം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പ്രത്യേകിച്ച് നിങ്ങൾ ഇതിൻ്റെ ആംഗിൾ പൊസിഷൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ 1/x ആണ്. അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടി വരുന്നതും 1/x കൊണ്ടായിരിക്കണം. ആ ഒരു 1/x കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആശയത്തിൽ ഇവിടെ നമ്മൾ കണക്ട് ചെയ്ത് പോയത്. വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു 0 sin 1/x ഡിവൈഡഡ് ബൈ 1/x. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് എന്താണ്, 1/x² എന്ന് പറയുന്നതിലെ 2 1/xകളുണ്ട്. 1/x ഇൻറ്റു 1/x. അതിലെ ഒരു 1/x ആണ് ഇപ്പോൾ ഞാൻ എഴുതിയത്. അപ്പോൾ നമുക്ക് ബാക്കി ഒരു 1/x എവിടെ ഉണ്ടാവും, കാണണം. 1/1/x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് x തന്നെയാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകുമ്പോൾ ഇതിനെ എന്ത് എഴുതാം, ലിമിറ്റ് x ടെൻസ് ടു 0 sin 1/x by 1/x ഇൻറ്റു x. ഇതിലെ ലിമിറ്റ് x ടെൻസ് ടു 0 എന്ന് പറഞ്ഞ കാര്യം ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ജനറൽ റിസൾട്ടിലേക്ക് കണക്ട് ചെയ്യാം. ആൻസർ എന്ത് പറയാം, 1 പറയാം. രണ്ടാമത്തെ പാർട്ടിലേക്ക്, അതായത് എക്സിന് ലിമിറ്റ് x ടെൻസ് ടു 0 എന്ന് പറഞ്ഞ സാധനം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്, 0 എന്ന് പറയുന്ന ആശയമാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്രയാണ് കിട്ടുക, 0 എന്ന് പറഞ്ഞ ആശയമാണ് കിട്ടുന്നത്. ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ് കിട്ടിയത്. ലിമിറ്റിൻ്റെ വാല്യൂ നമുക്ക് എന്ത് തന്നെയാണ് കിട്ടിയത്, 0 ആണ് കിട്ടിയത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, therefore f is continuous at x equal to 0. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്താണ്, 0 എന്ന് പറഞ്ഞ പോയിന്റിൽ എന്താണ്, അത് കണ്ടിന്യൂസ് ആണ്. 0യിൽ മാത്രമാണ് അതിൽ ഡിസ്കണ്ടിന്യൂറ്റി കയറി വരാൻ ചാൻസ് ഉള്ളത്. അതിൽ നമ്മൾ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്തായിരിക്കും, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും. അടുത്ത ചോദ്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് k. k എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാനുള്ളത്. സോ ദാറ്റ് ദ ഫംഗ്ഷൻ f ഈസ് കണ്ടിന്യൂസ് അറ്റ് ദ ഇൻഡിക്കേറ്റഡ് പോയിന്റ്. ഓരോ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് തരുമ്പോഴും അതിൽ ഇന്ന പോയിന്റിൽ അത് കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടാവും. ആ കണ്ടിന്യൂസ് ആണ് തന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ k എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്താവാനാണ് സാധ്യതയുള്ളത്, ആ വാല്യൂ ആണ് നമുക്കിവിടെ കണ്ടെത്താനുള്ളത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ചോദ്യം നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഫംഗ്ഷൻ തന്നിരിക്കുന്നത് kx² if x less than or equal to 2, 3 if x greater than 2 at x equal to 2. അപ്പോൾ x equal to 2 ഈ ഫംഗ്ഷൻ എന്താണ്, കണ്ടിന്യൂസ് ആണ്.
ഇത്തരം ക്വസ്റ്റ്യൻസുകൾ കിട്ടിയാൽ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്ത പോയിന്റിൽ എന്ത് ചെയ്യുക, കണ്ടിന്യൂറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ 2ലെ കണ്ടിന്യൂറ്റി ഒന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. എഫ് ഓഫ് 2 ഈക്വൽ കേസ് വരികയാണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ കെ എക്സ് സ്ക്വയർ ആണ്. കെ ഇൻറ്റു എക്സ് സ്ക്വയർ എന്നതിന് പകരം നമുക്ക് ഇവിടെ എന്താ വരിക, 2 സ്ക്വയർ ആണ്. കാരണം ഇവിടെ എക്സ് അല്ല, ഇവിടെ 2 ആണ്. ഓക്കെ, അപ്പോൾ അവിടെ കിട്ടുന്ന ആൻസർ എന്താണ്, 4k. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ്. ലെഫ്റ്റ് ലിമിറ്റ് കണ്ടുപിടിക്കുകയാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിലനിൽക്കുന്ന ഏതാണ്, കെ എക്സ് സ്ക്വയർ. പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. നേരിട്ടിട്ട് എന്ത് ചെയ്യാം, എക്സിന് 2 അപ്ലൈ ചെയ്യാം. അപ്പോൾ കെ ഇൻറ്റു 2 സ്ക്വയർ തൊട്ട് മുന്നേ നമ്മൾ കണ്ടു കഴിഞ്ഞു. ആൻസർ എന്താണ്, 4k ആണ്. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് ഗ്രേറ്റർ ദാൻ 2 വരുമ്പോൾ നമുക്ക് ഫംഗ്ഷൻ 3 ആണ്. കോൺസ്റ്റന്റിന്റെ ലിമിറ്റ് കോൺസ്റ്റന്റ് തന്നെയാണ് വരിക. അപ്പോൾ അവിടെ നിങ്ങൾ നോക്കൂ, ലെഫ്റ്റ് റൈറ്റും കോയിൻസൈഡ് ചെയ്താൽ മാത്രമേ ലിമിറ്റ് വരുള്ളൂ. ലിമിറ്റ് ഉണ്ടെങ്കിലേ കണ്ടിന്യൂറ്റി നമുക്ക് പറയാൻ പറ്റുള്ളൂ. കണ്ടിന്യൂസ് ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിർബന്ധമായും 4k എന്ന് പറയുന്നത് 3 ആയിരിക്കണം. അതായത് k എന്ന് പറയുന്നത് എത്രയായിരിക്കണം, 3/4 ആയിരിക്കണം. രണ്ടാമത്തെ സബ് ക്വസ്റ്റനിൽ ഫംഗ്ഷൻ തന്നിരിക്കുന്നത് kx + 1 if x less than or equal to 5, 3x - 5 if x greater than 5 at x equal to 5. അപ്പോൾ x equal to 5 ഈ ഫംഗ്ഷൻ എന്താണ്, കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമുക്ക് 5ലെ കണ്ടിന്യൂറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. എഫ് ഓഫ് 5 ഈക്വൽ ടു, എവിടെയാണ് ഈക്വൽ കേസ് വരുന്നത്, ഇത് ഫംഗ്ഷൻ നിൽക്കുമ്പോഴാണ് ഈക്വൽ കേസ് വരിക. നമുക്ക് വേണ്ടത് എന്താ, എഫ് ഓഫ് 5 ആണ്. അപ്പോൾ എക്സിന് പകരം നിങ്ങൾ എന്താ അപ്ലൈ ചെയ്യുക, 5 അപ്ലൈ ചെയ്യുക. കെ ഇൻറ്റു 5 + 1 എന്ന് പറഞ്ഞാൽ 5k + 1. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് രണ്ടും ആഡ് ചെയ്യാൻ ഒരിക്കലും പറ്റുകയില്ല. രണ്ട് കെയിൻ്റെ ടേമുകൾ തമ്മിൽ ആഡ് ചെയ്യാം. ഒരു കെയിൻ്റെ ടേമും കെ ഇല്ലാത്ത മറ്റൊരു ടേമും തമ്മിൽ ആഡ് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പോൾ 5k + 1 എന്ന് പറയുന്നത് ചില കുട്ടികൾ 6k എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കാറുണ്ട്. അത് തെറ്റാണ്. 5k + 1 എന്ന് പറഞ്ഞാൽ മാത്രമേ അത് എഴുതാൻ വേണ്ടി പാടുകയുള്ളൂ. ഇനി ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞ സംഭവം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 മൈനസ് എഫ് ഓഫ് എക്സ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 മൈനസ് 5നേക്കാൾ താഴെ ലെസ് ദാൻ സിമ്പിൾ വരുന്നത് ഏതാ വരുന്നത്, kx + 1. ഇത് പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. നേരിട്ടിട്ട് 5 അപ്ലൈ ചെയ്യാം. k ഇൻറ്റു 5 + 1 വീണ്ടും എന്ത് കിട്ടുന്നു, നമുക്ക് 5k + 1 എന്ന് പറഞ്ഞ ആൻസർ കിട്ടുന്നു. ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 പ്ലസ് എഫ് ഓഫ് എക്സ്. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ സിമ്പിൾ വരുന്നത് 3x - 5. വീണ്ടും പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. നേരിട്ടിട്ട് എക്സിന് 5 അപ്ലൈ ചെയ്യുന്ന സമയത്ത് 3 × 5 - 5 15 - 5 which is equal to 10. കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് തന്നെ ലെഫ്റ്റും റൈറ്റും കോയിൻസൈഡ് ചെയ്യണം. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, therefore 5k + 1 = 10. that is 5k = 10 - 1 which is equal to 9. k = 9/5. അതിൽ മൂന്നാമത്തെ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഫംഗ്ഷൻ തന്നിരിക്കുന്നത് kx + 1 if x less than or equal to pi, cos x if x greater than pi at x equal to pi. അപ്പോൾ x equal to pi എന്താണ്, ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. നമുക്ക് പൈയിലെ കണ്ടിന്യൂറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. എഫ് ഓഫ് പൈ ഈക്വൽ ടു, ഈക്വൽ കേസ് നിലനിൽക്കുന്ന ഇവിടെയാണ്. നേരെ നമ്മൾ എക്സിന് എന്ത് കൊടുക്കുന്നു, പൈ എന്ന് പറയുന്ന കാര്യം അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, k pi + 1. ഇത്രയാണ് അതിനെ എഴുതാൻ വേണ്ടി പറ്റുകയുള്ളൂ. ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ മൈനസ് എഫ് ഓഫ് എക്സ്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഒന്ന് നോക്കുകയാണ് നമ്മൾ. ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ മൈനസ് ലെസ് ദാൻ സിമ്പിൾ നിലനിൽക്കുന്ന എവിടെയാണ്, kx + 1 നേരെയാണ്. അപ്പോൾ ഫംഗ്ഷൻ വരിക kx + 1 ആയിരിക്കും. നേരിട്ടിട്ട് എന്ത് അപ്ലൈ ചെയ്യാം, നമുക്ക് പൈ എന്ന് പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്യാം. k × pi + 1, k pi + 1. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ സിമ്പിൾ നിലനിൽക്കുന്നത് കോസ് എക്സിന് നേരെയാണ്. അതുകൊണ്ട് കോസ് എക്സ്. കോസ് എക്സിന് എന്ത് അപ്ലൈ ചെയ്യാം, പൈ അപ്ലൈ ചെയ്യാം. ഡയറക്റ്റ് പൈ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്, കോസ് പൈ. കോസ് പൈ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്താണ്, -1 ആണ്. അത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ടേബിൾ ആശയപ്രകാരമാണ് നമ്മളത് എഴുതിയിരിക്കുന്നത്. നിർബന്ധമായി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും നമുക്ക് കിട്ടിയിരിക്കുന്നത് വ്യത്യസ്തമായ ആൻസർ ആണ്. പക്ഷേ x = പൈയിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, k pi + 1 എന്ന് പറയുന്നത് -1 ആയിരിക്കണം. അതായത് k pi എന്ന് പറയുന്നത് -1 - 1 അതായത് -2. k എന്ന് പറയുന്നത് -2/π. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക. ഫംഗ്ഷൻ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. x = π/2 ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണേന്. അപ്പോൾ ഫംഗ്ഷൻ ഇവിടെ ശ്രദ്ധിക്കുമ്പോൾ തന്നെ
എക്സ് പൈ ബൈ ടു ആകുമ്പോൾ 3 ആണ് ഫംഗ്ഷൻ വരുന്നത്. എന്നാൽ ലെസ് ദാനോ ഗ്രേറ്റർ ദാനോ കേസ് വരുമ്പോൾ അവിടെ എന്താണ് വരിക? കെ കോസ് എക്സ് ബൈ പൈ മൈനസ് 2x ആണ് ഫംഗ്ഷൻ വരിക. ഇത് രണ്ടും ഒരേ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇവിടെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഒന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് പൈ ബൈ ടുവിലെ കണ്ടിന്യൂറ്റി ഒന്ന് കണ്ടുപിടിക്കാം. എഫ് ഓഫ് പൈ ബൈ ടു എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണ്. ഗിവൺ കണ്ടീഷനാണ്, നമ്മളതവിടെ എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താ? ലിമിറ്റ് ആണ് വേണ്ടത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ ബൈ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ ബൈ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? കെ കോസ് എക്സ് ബൈ പൈ മൈനസ് 2x. സാധാരണ നമ്മൾ ലിമിറ്റിന്റെ വാല്യുവേഷൻ ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? നേരിട്ട് അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ ഡിനോമിനേറ്റർ 0 ആണെങ്കിൽ ഇൻഡിറ്റർമിനന്റ് ഫോം ആണ്. അപ്പോൾ നമ്മൾ വേറെ ആശയത്തിലൂടെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? അത് കണ്ടുപിടിക്കാൻ. ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പൈ ബൈ ടു അപ്ലൈ ചെയ്യുന്ന സമയത്ത് കോസ് പൈ ബൈ ടു മുകളിൽ വരും, അതുകൊണ്ട് തന്നെ മുകളിൽ 0 ആണ് വരിക. പൈ മൈനസ് 2 ഇൻറ്റു പൈ ബൈ ടു. 2 ഇൻറ്റു പൈ ബൈ ടു എന്ന് പറയുമ്പോൾ 2 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പൈ മൈനസ് പൈ എന്ന് പറഞ്ഞ ആശയം വരും. താഴെ എന്താ വരിക? 0 ആണ് വരിക. അപ്പോൾ അത് ഇൻഡിറ്റർമിനന്റ് ഫോം ആണ്. അപ്പോൾ നേരിട്ട് ടെക്സിന് പൈ ബൈ ടു അപ്ലൈ ചെയ്ത് ഇതിൻ്റെ ലിമിറ്റ് വാലുവേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. അത് നമുക്ക് കിട്ടുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ മറ്റൊരു വേരിയബിളിലേക്ക് ചിന്തിക്കുകയാണ്. ഇങ്ങനെ മറ്റൊരു വേരിയബിളിലേക്ക് ചിന്തിക്കേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മളെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ആശയം കൊടുത്തുകൊണ്ടാണ് മറ്റൊരു വേരിയബിളിലേക്ക് അതിനെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നൽകുകയാണ്. പുട്ട് y ഈക്വൽ ടു എക്സ് മൈനസ് പൈ ബൈ ടു. y എന്ന് പറയുന്നത് എക്സ് മൈനസ് പൈ ബൈ ടു ആണെന്ന് പറഞ്ഞ് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വെൻ എക്സ് ടെൻസ് ടു പൈ ബൈ ടു കോമ y ടെൻസ് ടു 0. എങ്ങനെയാണ് എനിക്കത് കിട്ടിയത്? എക്സ് മൈനസ് പൈ ബൈ ടു ആണ് വൈക്ക് തുല്യമായിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സ് പൈ ബൈ ടുവിനോട് അടുക്കുമ്പോൾ y എന്ന് പറയുന്നത് പൈ ബൈ ടു മൈനസ് പൈ ബൈ ടു അഥവാ 0ന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എക്സ് പൈ ബൈ ടുവിനോട് അടുക്കുന്നതിന് പകരം y എന്ത് പറഞ്ഞാൽ മതി? 0നോട് അടുക്കുന്നു എന്നുള്ള പറഞ്ഞ ആശയം പറഞ്ഞാൽ മതി. നമ്മുടെ ഉദ്ദേശം എന്താണ്? ഈ ലിമിറ്റിനെ കംപ്ലീറ്റ് വൈയിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ എക്സ് ടെൻസ് ടു പൈ ബൈ ടുവിനെ എഴുതാൻ പറ്റില്ല. അത് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ആശയം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? y ടെൻസ് ടു 0 എന്ന് പറഞ്ഞ ആശയം പറയാം. ഇനി നമുക്ക് ലിമിറ്റ് എന്ന് പറഞ്ഞ ആശയത്തിനെ ഒന്ന് മാറ്റി നോക്കാം. വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ ബൈ ടുവിന് പകരം എന്താ എഴുതാം? y ടെൻസ് ടു 0 എന്ന് പറഞ്ഞ ആശയം എഴുതാം. കെ കോസ് എക്സ് എന്ന് പറഞ്ഞ ആശയം. ഇവിടെ നിന്നും നിങ്ങൾ എക്സ് എന്ന് പറഞ്ഞ കാര്യം കണ്ടെത്തിയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് പൈ ബൈ ടു പ്ലസ് വൈ എന്ന് പറഞ്ഞ ആശയമായിരിക്കും. ഇത് ഞാനിവിടെ അപ്ലൈ ചെയ്യാണ്. പൈ ബൈ ടു പ്ലസ് വൈ ഡിവൈഡഡ് ബൈ പൈ മൈനസ് 2 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് എന്ത് എഴുതാം? പൈ ബൈ ടു പ്ലസ് വൈ. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു ലിമിറ്റ് y ടെൻസ് ടു 0 കെ കോസ് പൈ ബൈ ടു പ്ലസ് വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ് എവിടേക്കാണ് പൈ ബൈ ടു വരുമ്പോൾ കണക്ഷൻ പോവുള്ളൂ? സൈനിലേക്ക് കണക്ഷൻ പോവുള്ളൂ. അപ്പോൾ സൈൻ വൈ എന്ന് പറഞ്ഞ കാര്യമാണ് കിട്ടുക. പിന്നെ അത് പോസിറ്റീവോ നെഗറ്റീവോ എന്ന് പറഞ്ഞ കാര്യം തീരുമാനിക്കുന്നത് ക്വാഡ്രന്റ് ആണ്. അതുകൊണ്ട് തന്നെ കോസ് പൈ ബൈ ടു പ്ലസ് വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന ആൻസർ മൈനസ് സൈൻ വൈ എന്ന് പറഞ്ഞ ആശയമാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിവിടെ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താണ്? മൈനസ് സൈൻ വൈ ഡിവൈഡഡ് ബൈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ പൈ മൈനസ് ഈ ടൂവും ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുക? ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടെ പൈ മാത്രമായിട്ട് വരും. ഇവിടെ മൈനസ് ഉണ്ട്, ഇവിടെ പ്ലസ് ഉണ്ട്. ഇപ്പോൾ സെൻറ്ററിൽ മൈനസ് ആയിരിക്കും. ഇവിടെ 2 ഉണ്ട്, y ഉണ്ട്. 2y എന്ന് പറഞ്ഞ ആശയം വരും. പൈയും മൈനസ് പൈയും ക്യാൻസൽ ചെയ്യാം. മുകളിൽ മൈനസ് ഉണ്ട്, താഴെ മൈനസ് ഉണ്ട്. അപ്പോൾ 2 മൈനസുകളും കട്ടായിട്ട് പോവും. കെ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, താഴെ 2 എന്ന് പറയുന്നതും കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റുകളെ നമുക്ക് ലിമിറ്റിൽ നിന്ന് എന്ത് ചെയ്യാം? മാറ്റി നിർത്തി ബാക്കിയുള്ളതിന്റെ ലിമിറ്റ് മാത്രം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അവിടെ കിട്ടുന്ന കാര്യം എന്താണ്? കെ ബൈ 2 ഇൻറ്റു ലിമിറ്റ് y ടെൻസ് ടു 0 സൈൻ y ബൈ y. ഈ റൈറ്റിൽ കാണുന്ന ഈ ഒരു ലിമിറ്റ് ജനറൽ റിസൾട്ട് ആണ്. അതിൻ്റെ ആൻസർ 1 ആണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ കിട്ടുന്നത് എന്താണ്? കെ ബൈ 2 ഇൻറ്റു 1 വിച്ച് ഇസ് ഈക്വൽ ടു കെ ബൈ 2. ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് നമുക്ക് ലിമിറ്റാണ്. ഫംഗ്ഷന്റെ വാല്യൂ 3 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ലിമിറ്റിന്റെ വാല്യൂ കെ ബൈ 2 ആണെന്നും കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? കെ ബൈ 2 എന്ന് പറയുന്നത് 3 ആയിരിക്കണം. അതായത് കെ എന്ന് പറയുന്നത് 2 ഇൻറ്റു 3 എത്രയായിരിക്കണം? 6 ആയിരിക്കണം. നെക്സ്റ്റ് നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ഓൾജിബ്ര ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ്. കണ്ടിന്യൂസ് ഫംഗ്ഷൻസിൻ്റെ ഓൾജിബ്രയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്.
അതിനെ ബേസ് ചെയ്തൊരു തിയറം ഉണ്ട്. ആ തിയറത്തിൽ പറയുന്ന കാര്യമാണ് മെയിനായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കാനുള്ളത്. അത് ഉപയോഗിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസുകളുമാണ് പിന്നെ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് തിയറം പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതൊന്ന് പരിശോധിക്കാം. സപ്പോസ് എഫ് ആൻഡ് ജി ബി ടു റിയൽ ഫംഗ്ഷൻസ്. രണ്ട് റിയൽ ഫംഗ്ഷൻസുകളാണ് എഫും ജിയും. കണ്ടിന്യൂസ് അറ്റ് എ റിയൽ നമ്പർ സി. ഈ രണ്ട് ഫംഗ്ഷൻസുകളും സി എന്ന് പറഞ്ഞ പോയിന്റിൽ എന്താണ്? കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവയുടെ സം എഫ് പ്ലസ് ജി എന്ന് പറയുന്നതും ഇവയുടെ സബ്ട്രാക്റ്റഡ് ഫോം എന്ന് പറയുന്നത്, അതായത് ഡിഫറൻസ് ഓഫ് ടു ഫംഗ്ഷൻ എന്ന് പറയുന്ന ആശയം നിലനിൽക്കുന്നത് എഫ് മൈനസ് ജി എന്ന് പറയുന്നത്, എഫ് ഇൻറ്റു ജി എന്ന് പറയുന്നത്, എഫ് ബൈ ജി എന്ന് പറയുന്നത് എല്ലാം കണ്ടിന്യൂസ് ആയിരിക്കും ആ പർട്ടിക്കുലർ പോയിന്റിൽ. അപ്പോൾ എക്സ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞ പോയിന്റിൽ എഫും ജിയും കണ്ടിന്യൂസ് ആണെങ്കിൽ അതിൻ്റെ സമ്മ്, ഡിഫറൻസ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇത്രയും കാര്യങ്ങൾ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും എന്നുള്ള കാര്യം നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കുക, എക്സ് ഈക്വൽ ടു സിയിൽ ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണെന്നുള്ള ആശയം നമുക്ക് പറയാം. ഇനി ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് തൊട്ട് മുന്നേ പഠിച്ചു വെച്ച കുറച്ച് കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പല കാര്യങ്ങളും നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ കാര്യങ്ങളിലേക്കാണ് നെക്സ്റ്റ് നമ്മൾ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യമാണ് നിങ്ങൾ ബോർഡിൽ നോക്കിയാൽ കാണുന്നത്. ക്വസ്റ്റ്യൻ പറഞ്ഞത്രേ ഉള്ളൂ, എവരി റാഷണൽ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞ ആശയം നമ്മൾ പ്രൂവ് ചെയ്യണം. തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. എല്ലാ കോൺസ്റ്റന്റ് ഫംഗ്ഷൻസും എന്താണ്? കണ്ടിന്യൂസ് ആണ്. പോളിനോമിയൽ ഫംഗ്ഷൻസുകളും എന്താണ്? കണ്ടിന്യൂസ് ആണ്. ഈ ഒരു ആശയത്തിൽ നിന്നുകൊണ്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ? ഈ ഒരു ആശയത്തിലേക്ക് കയറി പോകാൻ. ഇവിടെ എന്തുകൂടി നമ്മുടെ കയ്യിലുണ്ട്? ഓൾജിബ്ര ഓഫ് കണ്ടിന്യൂറ്റി കൂടി നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ഓർമ്മയിലേക്ക് കൊണ്ടുവരേണ്ടത് റാഷണൽ ഫംഗ്ഷൻ എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷനാണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ റാഷണൽ ഫംഗ്ഷൻ ആവണമെങ്കിൽ അതിനെ എങ്ങനെ എഴുതാൻ പറ്റണം? ജി ഓഫ് എക്സ് ബൈ എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റണം. വേർ ജി ഓഫ് എക്സ് ആൻഡ് എച്ച് ഓഫ് എക്സ് ആർ പോളിനോമിയൽ ഫംഗ്ഷൻസ്. എന്തൊക്കെ കാര്യങ്ങൾ നമുക്കറിയാം? എല്ലാ പോളിനോമിയൽ ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ജി ഓഫ് എക്സും എച്ച് ഓഫ് എക്സും കണ്ടിന്യൂസ് ആണെന്നുള്ള കാര്യം പറയാം. ജി ഓഫ് എക്സ് ബൈ എച്ച് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണ് എന്നുള്ളത് ഓൾജിബ്ര ഓഫ് കണ്ടിന്യൂറ്റി പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം? പറയാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണെന്ന് പറയാം. അതായത് റാഷണൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്നുള്ള ആശയത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ എല്ലാ റാഷണൽ ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞ കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ടൊന്ന് പോയി നോക്കാം. വി നോ ദാറ്റ് എവരി polynomial function, every polynomial functions are continuous. Therefore g of x and h of x are continuous functions. By algebra of continuity, g of x by h of x is continuous. That is g of x by h of x എന്ന് പറഞ്ഞാൽ എന്താണ്? f of x. അപ്പോൾ നമുക്ക് എന്ത് പറയാം? That is f of x is continuous. Therefore every rational function, every rational functions are continuous. ഇങ്ങനെ ഒരു കൺക്ലൂഷൻ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും. അടുത്ത ചോദ്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് സൈൻ ഫംഗ്ഷൻ. സൈൻ ഫംഗ്ഷന്റെ കണ്ടിന്യൂറ്റിയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് ഇവിടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്. 0 ആകുമ്പോൾ, 0 എന്ന് പറഞ്ഞ പോയിന്റിൽ ഈ ഫംഗ്ഷന്റെ കാര്യത്തിൽ പ്രത്യേകം ഒന്നും പറയാനില്ല. കാരണം എന്താ? എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ 0 ആണ്. ലിമിറ്റിന്റെ വാല്യൂ അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാലും എന്താ വരിക? നേരിട്ട് എക്സിന് 0 കൊടുക്കുക. അപ്പോൾ സൈൻ 0 വരും. സൈൻ 0ന്റെ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പോൾ അവിടെ എന്താണ്? 0 എന്ന് പറഞ്ഞ പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്നുള്ള കാര്യം വളരെ ക്ലിയർ ആണ്. ഇനി അല്ലാത്ത കാര്യത്തിൽ മാത്രമാണ് നമുക്ക് അവിടെ ചെക്ക് ചെയ്യേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ആർബിട്രറി ആയിട്ട് ഒരു സി എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുക്കുകയാണ്. ആ സി എന്ന് പറയുന്ന എലമെന്റ് എടുത്തതിന് ശേഷം നമ്മൾ അതിന്റെ കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞ ഭാഗത്തിലേക്ക് ഒന്ന് പോയി നോക്കുകയാണ്. ലെറ്റ് സി ബി ആൻ ആർബിട്രറി എലമെന്റ്. Therefore f of c equal to എന്താ വരുന്നത്? നേരിട്ട് സി അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരും? സൈൻ സി എന്ന് പറഞ്ഞ ആശയം വരും. ഇനി നമുക്ക് കണ്ടെത്താനുള്ളത് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ആശയമാണ്. വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് വരുന്നത്? സൈൻ എക്സ് എന്ന് പറഞ്ഞ ആശയമാണ് നിലനിൽക്കുന്നത്. ഈ ഒരു ലിമിറ്റ് എന്ന് പറയുന്നതിനെ നമ്മൾ
ചെറിയൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തുകൊണ്ട് ഇതിൻ്റെ ലിമിറ്റ് ഒന്ന് നമ്മൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എന്തെങ്കിലും ചെറിയ ഡിഫ്ലക്ഷൻസുകൾ ഉണ്ടെങ്കിൽ അതുകൂടി ഒഴിവാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ മറ്റൊരു വേരിയബിളിലേക്ക് കണക്ട് ചെയ്തിട്ട് പറയുന്നത്. ഇവിടെ ശരിക്കും ഡയറക്റ്റ് സി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, സൈൻ സി എന്ന് പറഞ്ഞ ആശയമാണ് കിട്ടുക, രണ്ടും കോയിൻസൈഡ് ചെയ്യും, അവിടെ നിന്ന് കണ്ടിന്യൂറ്റി പറയാം. ഇത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നത് 0 ആകുമ്പോഴാണ് അപ്ലൈ ചെയ്യുക. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലെസ് ദാൻ 0യും ഗ്രേറ്റർ ദാൻ 0ൻ്റെയും ലിമിറ്റിൻ്റെ കാര്യത്തിലേക്കാണ് കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം കേസുകൾ നമ്മൾ നോക്കുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയ എററുകൾ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ മറ്റൊരു വേരിയബിളിലേക്ക് ഒന്ന് കണക്ട് ചെയ്യാണ്. അതിനുവേണ്ടി ഞാൻ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. പുട്ട് എക്സ് is equal to c plus h. എക്സ് എന്ന് പറയുന്നതിന് c plus h എന്ന് പറഞ്ഞ കാര്യം കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ when x tends to c, h tends to 0. കാരണം എക്സ് സി ആയി കഴിഞ്ഞാൽ എച്ച് എന്ന് പറയുന്നത് എന്താവും, സി മൈനസ് സി വരും. സി മൈനസ് സി എന്ന് പറഞ്ഞാൽ എന്താണ്, 0 ആണ് വരിക. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് സീനോട് അടുക്കുമ്പോൾ എച്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും, 0നോട് അടുക്കുന്നു. അതായത് ആ എറർ വരുന്ന കേസ് ഉണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് ഒഴിവായി പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഐഡിയ കയറി വരുന്നത്. ഓക്കെ, എന്തായാലും നമ്മളിതിൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് ഒന്ന് പോവുകയാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു സിക്ക് പകരം എച്ച് ടെൻസ് ടു 0. സൈൻ എക്സ് എന്ന് പറയുന്നതിന് പകരം എന്ത് കൊടുക്കുക, സി പ്ലസ് എച്ച് എന്ന് പറഞ്ഞ ആശയം കൊടുക്കുക. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. സൈൻ സി പ്ലസ് എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ഫോർമുല പ്രകാരം സൈൻ സി കോസ് എച്ച് പ്ലസ് കോസ് സി സൈൻ എച്ച്. ഏതാ ഫോർമുല, സൈൻ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞ ഫോർമുലയാണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇതിലെ എച്ച് ആണ് 0ലേക്ക് ടെൻഡ് ചെയ്യുന്നത്. അപ്പോൾ സൈൻ സി കോൺസ്റ്റന്റ് ആണ്, ഇവിടെ കോസ് സിയും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഞാൻ ആ കോൺസ്റ്റന്റ് ആയ കാര്യത്തെ മാറ്റിയിടുകയാണ്. സൈൻ സി ഇൻറ്റു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 കോസ് എച്ച് പ്ലസ് കോസ് സി ഇൻറ്റു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എച്ച്. ഇവിടെ നേരിട്ടിട്ട് നമ്മൾ എച്ചിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കോസ് 0 ആണ് വരിക, അത് 1 ആണ്. അപ്പോൾ എന്ത് വരും, സൈൻ സി ഇൻറ്റു 1 പ്ലസ് അവിടെ അങ്ങനെ കോസ് സി ഇൻറ്റു സൈൻ 0 ആണ് വരിക, സൈൻ 0ൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്, സൈൻ സി തന്നെയാണ്. അപ്പോൾ അഥവാ ചെറിയൊരു എററിൻ്റെ കേസ് വെച്ച് നമ്മൾ മുമ്പിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിലും നമുക്ക് ലിമിറ്റിൻ്റെ വാല്യൂ എന്താണ് കിട്ടുന്നത്, സൈൻ സി തന്നെയാണ് കിട്ടുന്നത്. ലിമിറ്റിൻ്റെ വാല്യൂ സൈൻ സി ആണ്. അതുമാതിരി തന്നെ സി എന്ന് പറഞ്ഞ പർട്ടിക്കുലർ പോയിന്റിലും എന്ത് തന്നെ കിട്ടുക, സൈൻ സി എന്ന് പറഞ്ഞ ആശയം തന്നെയാണ് കിട്ടുക. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം, therefore sin x is a continuous function. sin x is a continuous function. സിമിലർ ആർഗ്യുമെന്റിലൂടെ നമ്മൾ മുമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കോസ് എക്സ് കണ്ടിന്യൂസ് ആണ് എന്ന് പറഞ്ഞ ആശയം പറയാൻ വേണ്ടി പറ്റും. ഓൾജിബ്ര ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞ ആശയം കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ടാൻ എക്സ് എന്ന് പറഞ്ഞ ആശയം കണ്ടിന്യൂസ് ആണെന്ന് പറയാം. അതുപോലെ തന്നെ ബാക്കി എല്ലാ റെസിപ്രോക്കൽസുകളും കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞ ആശയം നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇവിടെയൊക്കെ ഓൾജിബ്ര ഓഫ് കണ്ടിന്യൂറ്റി ആണ് അപ്ലൈ ചെയ്യുക. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റൻ ആണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ചോദ്യത്തിൽ നമുക്ക് ചെയ്യുവാനുള്ളത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ടാൻ എക്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് എന്ന് പറഞ്ഞ ആശയമാണ് തെളിയിക്കാനുള്ളത്. അവിടെ നമുക്ക് അറിയാവുന്ന കാര്യം എന്താണ്, ടാൻ എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് പറഞ്ഞ ആശയമാണ്. തൊട്ട് മുന്നത്തെ ചോദ്യത്തിൽ നമ്മൾ എന്താ ചെയ്തത്, സൈൻ എക്സ് കണ്ടിന്യൂസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ സെയിം ആർഗ്യുമെന്റിലൂടെ നമുക്ക് എന്ത് പറയാം, കോസ് എക്സ് കണ്ടിന്യൂസ് ആണെന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ, നമുക്കറിയാവുന്ന കേസുകളിൽ എന്തൊക്കെയുണ്ട്, സൈൻ എക്സ് ആൻഡ് കോസ് എക്സ് ആർ കണ്ടിന്യൂസ് ഫങ്ഷൻസ്. സൈൻ എക്സും കോസ് എക്സും എന്താണ്, കണ്ടിന്യൂസ് ഫങ്ഷൻസുകളാണ്. അങ്ങനെയാണെങ്കിൽ ഓൾജിബ്ര ഓഫ് കണ്ടിന്യൂസ് ഫങ്ഷൻസ്, we can conclude that sin x by cos x is a continuous function. കാരണം എന്താ, എഫും ജിയും കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് ബൈ ജി കണ്ടിന്യൂസ് ആണെന്ന് അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് പറയാം, സൈൻ എക്സും കോസ് എക്സും കണ്ടിന്യൂസ് ആണെങ്കിൽ സൈൻ എക്സ് ബൈ കോസ് എക്സ് കണ്ടിന്യൂസ് ആണെന്ന് പറയാം. അതിന്റെ അർത്ഥം എന്താണ്, ദാറ്റ് ഈസ് ടാൻ എക്സ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. നിങ്ങൾ ക്ലാസ് ഒബ്സർവ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, കണ്ടിന്യൂസ് എന്നതിനെ നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് CTS എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ CTS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കണ്ടിന്യൂസ് എന്നാണ് അർത്ഥമാക്കുന്നത് എന്നുള്ള കാര്യം ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു തിയറമാണ്. ആ തിയറമാണ് ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത്. സപ്പോസ് എഫ് ആൻഡ് ജി ആർ ടു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ്. രണ്ട് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസുകളാണ് എഫും ജിയും വരുന്നത്. സച്ച് ദാറ്റ് എഫ് കോമ്പോസിറ്റ് ജി ഈസ് ഡിഫൈൻഡ് അറ്റ് സി എന്ന് പറഞ്ഞ പോയിന്റിൽ ഇവയുടെ കോമ്പോസിഷനായ എഫ് കോമ്പോസിറ്റ് ജി എന്ന് പറയുന്ന കാര്യം ഡിഫൈൻഡ് ആണ്.
കൂടാതെ ഇഫ് ജി ഈസ് കണ്ടിന്യൂസ് അറ്റ് സി ആൻഡ് ഇഫ് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് ജി ഓഫ് സി. അല്ല, ജി എന്ന് പറയുന്നത് സി എന്ന് പറഞ്ഞ പോയിന്റിൽ കണ്ടിന്യൂസ് ആണ്, എഫ് എന്ന് പറയുന്നത് ജി ഓഫ് സി എന്ന് പറഞ്ഞ പോയിന്റിൽ എന്താണ് കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കോമ്പോസിഷനായ എഫ് കോമ്പോസിറ്റ് ജി എന്ന് പറയുന്നത് സിയിൽ കണ്ടിന്യൂസ് ആയിരിക്കും. ഇത് ഇങ്ങനെ നിങ്ങൾ പഠിക്കുന്നതിനേക്കാൾ ഏറ്റവും എളുപ്പം കോമ്പോസിഷൻ ഫംഗ്ഷൻസുകൾ എന്താണെന്ന് പഠിച്ചു വെച്ചാൽ മതി. കണ്ടിന്യൂസ് ആണ് എന്നുള്ള ആശയം ഓർമ്മയിൽ വെച്ചാൽ മതി. അപ്പോൾ എവറി കോമ്പോസിഷൻ ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ് എന്ന് പറയുന്ന ഒരു ആശയം ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ റിസൾട്ടിനെ ഓർമ്മയിൽ വെക്കുക. എഫും ജിയും കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് കോമ്പോസിറ്റ് ജിയും അതുപോലെ ജി കോമ്പോസിറ്റ് എഫും എന്ത് തന്നെയാണ്, കണ്ടിന്യൂസ് തന്നെയാണ്. ഈ ഒരു റിസൾട്ട് അപ്ലൈ ചെയ്തുകൊണ്ട് പല ഫംഗ്ഷൻസുകളുടെയും കണ്ടിന്യൂറ്റിയെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറ്റും. അത്തരം ക്വസ്റ്റ്യൻസുകളാണ് നെക്സ്റ്റ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ വേണ്ടി പോകുന്നത്. ഇതിൽ ഒന്നാമത്തെ ചോദ്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഒരു ഫംഗ്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് തെളിയിക്കണം. ഫംഗ്ഷൻ എന്താണ്, സൈൻ എക്സ് സ്ക്വയർ എന്ന് പറയുന്നതാണ് നമുക്ക് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന റിസൾട്ടുകൾ സൈൻ എക്സ് എന്ന് പറഞ്ഞ കാര്യമാണെങ്കിൽ കണ്ടിന്യൂസ് ആണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഫോഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് എന്ന് പറഞ്ഞ ആശയം മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, സൈൻ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റില്ല. തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ തിയറവുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുക, ഇതിൻ്റെ കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞ കാര്യം പറയാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഫംഗ്ഷനെ മറ്റ് രണ്ട് ഫംഗ്ഷൻ്റെ കോമ്പോസിഷനായിട്ടൊന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കാര്യം കണക്ട് ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനെ ജി കോമ്പോസിറ്റ് എച്ച് എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യാണ്, ഡിനോട്ട് ചെയ്യാണ്. ഡിനോട്ട് ചെയ്യുമ്പോൾ വേർ എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആൻഡ് ജി ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്, ഇങ്ങനെയാണ് ഞാൻ അതിനെ ഡിഫൈൻ ചെയ്യുന്നത്. എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ ബ്രാക്കറ്റിനകത്തുള്ള കേസ്, ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഒരു ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ ആയാൽ നമ്മൾ എന്താ വായിക്കുക, സൈൻ എക്സ് എന്ന് പറഞ്ഞാണ് വായിക്കുക. ആ രീതിയിലാണ് ഞാൻ അവിടെ കൊടുത്തത്. അപ്പോൾ ഇതിനകത്ത് ക്യാപിറ്റൽ എക്സ് ആണെങ്കിൽ പുറത്തും എന്തെന്നെ വരിക, ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞ ആശയമാണ് വരിക. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്താ വെച്ചെങ്കിൽ, ഇത് എഴുതുമ്പോൾ ഇത് രണ്ടും കോമ്പോസിഷൻ എടുത്തു കഴിഞ്ഞാൽ എന്തെന്നെ സംഭവിക്കണം, സൈൻ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ആശയം തന്നെ സംഭവിക്കണം. ആദ്യത്തെ ക്വസ്റ്റൻ ആയതുകൊണ്ട് നമ്മളതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണ്. നമ്മളിപ്പോൾ ജി കോമ്പോസിറ്റ് എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞ കാര്യം എടുത്താൽ ബൈ ഡെഫിനിഷൻ പ്രകാരം എന്താണ്, ജി ഓഫ് എച്ച് ഓഫ് എക്സ് ആണ്. ജി ഓഫ് എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, തൊട്ട് മുകളിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, എക്സ് സ്ക്വയർ ആണ്. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ആ. അപ്പൊ ജി ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, സൈൻ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ആശയം വരും. കണ്ടോ, ഈ കോമ്പോസിഷൻ കറക്റ്റ് ആയി കിട്ടുന്ന രീതിയിലാണ് നമ്മൾ എച്ച് ഓഫ് എക്സും ജി ഓഫ് എക്സും സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അത് എങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കുക, സൈൻ എക്സ് സ്ക്വയർ ആണെങ്കിൽ ആംഗിൾ പൊസിഷനിൽ നിലനിൽക്കുന്ന കാര്യത്തിനെ എച്ച് ഓഫ് എക്സ് ആക്കുക. അതിനെ ഒരു വേരിയബിളായി ചിന്തിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യം നമ്മൾ റീഡ് ചെയ്യുന്നത് എങ്ങനെയാണോ അതിനെ നമ്മൾ എന്ത് ചെയ്യുക, മറ്റൊരു ഫംഗ്ഷൻ ആയിട്ട് എടുക്കുക. അതാണ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞ കാര്യമായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരേണ്ടത്, കോസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണെന്ന് തെളിയിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എച്ച് ഓഫ് എക്സ് ആയിരിക്കും, ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ. ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. എല്ലാ പോളിനോമിയൽ ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എച്ച് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണ്. ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, സൈൻ എക്സ് ആണ്. സൈൻ എക്സ് കണ്ടിന്യൂസ് ആണ് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ അറിയാവുന്ന രണ്ട് റിസൾട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടും തൊട്ട് മുന്നത്തെ തിയറത്തിൽ പറയുന്നത് കണ്ടിന്യൂസ് ആയ രണ്ട് ഫംഗ്ഷൻ്റെ കോമ്പോസിഷൻ ഫംഗ്ഷനും എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കൺക്ലൂഷൻ കൊടുക്കാം, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് സ്ക്വയർ ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് നമുക്ക് കൺക്ലൂഷൻ കൊടുക്കാം. ജസ്റ്റ് അതിൻ്റെ ഐഡിയകളൊന്ന് നമ്മൾ പറയുകയാണ്. വി നോ ദാറ്റ് എച്ച് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ആർ കണ്ടിന്യൂസ് ഫങ്ഷൻസ്. റീസൺസുകളൊക്കെ തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. therefore their composition functions are continuous. Therefore f of x equal to sin x square is a continuous function. സെയിം രീതിയിലാണ് നമ്മൾ കോസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ കാര്യം ചോദിച്ചാൽ നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ ആശയം വരുമ്പോൾ ആംഗിൾ പൊസിഷനിൽ കിടക്കുന്നതാണ് എച്ച് ഓഫ് എക്സ് ആയിട്ട് വരിക, മറ്റേ കാര്യമാണ് എന്തായിട്ട് വരിക, ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞ ആശയമായിട്ട് കയറി വരിക. ഈ ഒരു ലോജിക് ഒന്ന് ഓർമ്മയിൽ വയ്ക്കും. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെയും ഒരു ഫംഗ്ഷൻ നമുക്ക് കണ്ടിന്യൂസ് ആണ് എന്നുള്ള കാര്യമാണ് തെളിയിക്കാനുള്ളത്. ഫംഗ്ഷൻ ഏതാണ്, മോഡുലസ് ഓഫ് 1 - x പ്ലസ് മോഡ് എക്സ് എന്ന് പറയുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെയും നമ്മൾ എന്താ ചെയ്യുക, ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതിനെ കോമ്പോസിഷൻ ഫംഗ്ഷൻ ആക്കി മാറ്റുകയാണ്. എങ്ങനെയാണെന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കൂ. എഫ് ഇസ് ഈക്വൽ ടു ജി കോമ്പോസിറ്റ് എച്ച്.
where h of x equal to 1 minus x plus mod x and g of x equal to mod x. ഇവിടെ നോക്കൂ നിങ്ങൾ, മോഡുലസിന്റെ അകത്ത് കിടക്കുന്ന എല്ലാത്തിനെയും ഞാൻ ചേർത്തിട്ട് എന്താക്കി h of x എന്ന് പറയുന്ന ഫംഗ്ഷൻ ആയിട്ട് എടുത്തു. ഇനി ഇതൊരു ക്യാപിറ്റൽ എക്സ് ആയിട്ടാണ് ഈ h of x നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ ഇവിടെ എന്താ വരിക, മോഡ് ക്യാപിറ്റൽ എക്സ് ആണ് വരിക. ആ പറയുന്ന കാര്യമാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, g of x എന്ന് പറഞ്ഞ ആശയമായിട്ട് എടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുക, g of x എന്ന് പറഞ്ഞാൽ മോഡുലസ് ഫംഗ്ഷൻ ആണ്. മോഡുലസ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി ഇവിടെയാണെങ്കിലോ മോഡുലസ് എക്സ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഫംഗ്ഷൻ അത് കണ്ടിന്യൂസ് ആണ്. 1 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. കൂടാതെ ഓൾജിബ്ര ഓഫ് കണ്ടിന്യൂറ്റി പ്രകാരം 1 മൈനസ് എക്സ് പ്ലസ് മോഡ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, കണ്ടിന്യൂസ് ആണ്. അതിന്റെ റീസൺ എന്താണ്, എഫ് കണ്ടിന്യൂസ് ആണ്, ജി കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് പ്ലസ് ജിയും എന്താണ്, കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, 1 മൈനസ് എക്സ് പ്ലസ് മോഡ് എക്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണെന്ന് പറയാം. ഈ h of x ഉം g of x ഉം കോമ്പോസിഷൻ ചെയ്താലാണ് എന്ത് കിട്ടുന്നത്, എഫ് എന്ന് പറഞ്ഞ സാധനം കിട്ടുന്നത്. അതുകൊണ്ട് എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും. ജസ്റ്റ് ഇനി അതൊന്ന് എഴുതി വെക്കുക മാത്രമാണ് നമുക്കിനി ചെയ്യേണ്ടതുള്ളൂ. അപ്പൊ നമ്മൾ ക്ലിയർലി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ എഴുതുന്നത്. ക്ലിയർലി h of x and g of x are continuous functions. എന്തൊക്കെയാണ് റീസൺസ് എന്ന് ഞാൻ പറഞ്ഞു. ഇത് മോഡുലസ് ഫംഗ്ഷൻ ആണ്. ഇത് മോഡുലസ് ഫംഗ്ഷന്റെയും അതുപോലെ പോളിനോമിയൽ ഫംഗ്ഷന്റെയും സം ആണ്. രണ്ടും കണ്ടിന്യൂസ് ആയതുകൊണ്ട് എന്താണ്, അതിന്റെ സമ്മും കണ്ടിന്യൂസ് ആണ്. അത് ഓൾജിബ്ര ഓഫ് കണ്ടിന്യൂറ്റി പ്രകാരമാണ് വരുന്നത്. therefore their composition function f is continuous എന്ന് പറഞ്ഞാൽ എന്തായി, നമ്മുടെ പ്രൂഫ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിന്റെ വെയിറ്റേജ് നിങ്ങൾ നോക്കുക. 2 മാർക്കൊക്കെ വെയിറ്റേജ് വരുന്നുള്ളൂ എങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യത്തിനെ ഒന്ന് സെന്റൻസിലാക്കി നിങ്ങൾ നിങ്ങളുടേതായ ഭാഷയിൽ ഒന്ന് എന്ത് ചെയ്യുക, അതിനൊന്ന് എക്സ്പ്രസ് ചെയ്യുക. 1 മാർക്കിനൊക്കെയാണ് വരുന്നത് വെച്ചെങ്കിൽ എന്ത് ചെയ്യുക, നേരിട്ടിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ എന്ത് ചെയ്താൽ മതി, കണക്ട് ചെയ്താൽ മതി. മിക്കവാറും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ പബ്ലിക് എക്സാമിനേഷനെ ബേസ് ചെയ്ത് വരുമ്പോൾ കുറവാണ്. ഇനി അഥവാ ചോദിക്കുകയാണെങ്കിൽ 2 മാർക്ക് വെയിറ്റേജിലേ വരുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു രീതിയിൽ അതിനെ കോമ്പോസിഷൻ എന്ന് പറഞ്ഞ ആശയം എഴുതുക. കൂടാതെ ഓരോന്നിനും ഓരോ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുക. മോഡുലസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്, അതുകൊണ്ട് g of x കണ്ടിന്യൂസ് ആണെന്ന് എഴുതുക. മോഡുലസ് എക്സും 1 മൈനസ് എക്സും കണ്ടിന്യൂസ് ആയതുകൊണ്ട് അവയുടെ സം കണ്ടിന്യൂസ് ആയിരിക്കും. റീസൺ വൈ ഓൾജിബ്ര ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞ കാര്യം എഴുതുക. തൊട്ടടുത്ത് കോമ്പോസിഷൻ ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് എഫ് കണ്ടിന്യൂസ് ആണെന്ന് എഴുതുക. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. എക്സാമിൻ ദ കണ്ടിന്യൂറ്റി ഓഫ് സൈൻ മോഡ് എക്സ്. സൈൻ മോഡ് എക്സ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണോ എന്നുള്ള കാര്യമാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സൈൻ മോഡ് എക്സ് ആണ്. ഇവിടെ ഇങ്ങനെ എഫ് എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ജി കോമ്പോസിറ്റ് എച്ച് എന്ന് പറഞ്ഞു എഴുതാം. വേർ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ വന്നാൽ എന്താണ് എച്ച് ഓഫ് എക്സ് എഴുതാനുള്ള എളുപ്പമാർഗം, ആംഗിൾ പൊസിഷൻ എന്താണോ നിലനിൽക്കുന്നത് അതാണ് എന്ത് വരിക, എച്ച് ഓഫ് എക്സ് വരിക. കോമ ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, ഇതൊരു ക്യാപിറ്റൽ എക്സ് ആയിരുന്നുവെങ്കിൽ സൈൻ എക്സ് ആണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെയും എഴുതാൻ പറ്റുന്നത് എന്താണ്, സൈൻ എക്സ്. ഇവിടെ ക്യാപിറ്റൽ എക്സ് അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ സ്മോൾ എക്സ് എന്ന് പറഞ്ഞ കാര്യം എഴുതുന്നത്. ഒന്ന് ശ്രദ്ധിക്കാം, പറയുന്നതിന് ഇത് തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യരുത്, അതിനുവേണ്ടിയാണ് ഞാൻ ഒന്നുകൂടി പറഞ്ഞത്. ഓക്കെ, ഇതില് എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. ക്ലിയർലി എച്ച് ഓഫ് എക്സ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. കാരണം എന്താണ്, അത് മോഡുലസ് ഫംഗ്ഷൻ ആണ്. ഇനി ജി ഓഫ് എക്സിന്റെ കാര്യം, and g of x is also continuous function. കാരണം അത് കണ്ടിന്യൂസ് ആണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ കോമ്പോസിഷൻ ഫംഗ്ഷൻ ആർ കണ്ടിന്യൂസ്. കോമ്പോസിഷൻ ഫംഗ്ഷൻ ആർ കണ്ടിന്യൂസ്. therefore f is continuous. എഫ് എന്ന് പറഞ്ഞാൽ എന്താ വരിക, അപ്പോൾ സൈൻ മോഡ് എക്സ് ആണ്. കാരണം ഇത് രണ്ടും കൂടിയും കോമ്പോസിഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക, സൈൻ മോഡ് എക്സ് എന്ന് പറഞ്ഞ ആശയമാണ് കിട്ടുന്നത്. കോമ്പോസിഷൻ ചെയ്യുന്നതെന്ന് പ്രത്യേകം കാണിക്കേണ്ടതില്ല. ഇത് കിട്ടാത്തൊരവസ്ഥ വരും. എപ്പോഴാണെന്നറിയോ, ഈ നിങ്ങൾ എടുക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്ന കാര്യം, അല്ലെങ്കിൽ ജി കോമ്പോസിറ്റ് എച്ച് അല്ല എന്ത് വരുന്നുണ്ടാവുക, എഫ് വരുന്നുണ്ടാവുക, എച്ച് കോമ്പോസിറ്റ് ജി ആവും. അപ്പോൾ എഴുതുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ എഴുതി വെക്കുന്നത് ഒന്നായിരിക്കും, കൺക്ലൂഡ് ചെയ്യുന്നത് മറ്റൊന്നായിരിക്കും. അങ്ങനെ ഒരു പ്രശ്നം അവിടെ കയറി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് വരുമ്പോൾ ബ്രാക്കറ്റിനകത്ത് അതായത് ആംഗിൾ പൊസിഷനിൽ കിടക്കുന്നതാണ് എച്ച് ഓഫ് എക്സ് വരിക, അല്ലാത്ത കേസാണ് എന്ത് വരിക, ജി ഓഫ് എക്സ് വരിക. മോഡുലസ് ഫംഗ്ഷനൊക്കെ വരുമ്പോൾ മോഡുലസിന്റെ ഉള്ളിൽ കിടക്കുന്നതാണ് എന്ത് വരുന്നത്, എച്ച് ഓഫ് എക്സ് വരിക, ബാക്കി കേസാണ് ജി ഓഫ് എക്സ് വരിക. റൂട്ട് വരുന്ന കേസുകളാണ് വരുന്നതെങ്കിൽ റൂട്ടിനകത്തുള്ളതാണ്
എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞ കാര്യം വരിക, ബാക്കിയുള്ളതാണ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞ ആശയം കയറി വരിക. ഇങ്ങനെ ചെറിയ ലോജിക്കുകളൊക്കെ ഒന്ന് ഓർമ്മയിൽ വെക്കുക. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. ഫൈൻഡ് ഓൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് എഫ്. എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ എല്ലാ ഡിസ്കണ്ടിന്യൂസ് പോയിന്റുകളും കണ്ടുപിടിക്കണം. ഫംഗ്ഷൻ തന്നിരിക്കുന്നത് മോഡുലസ് എക്സ് മൈനസ് മോഡുലസ് എക്സ് പ്ലസ് 1. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമുക്കറിയാം ഏത് മോഡുലസ് ഫംഗ്ഷനും എന്താണ്, കണ്ടിന്യൂസ് ആണ്. വി ഷേപ്പ് ഗ്രാഫാണ് വരിക എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇനി അല്ലാത്ത കേസുകളിൽ മോഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫിഗർ ഒബ്സർവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെയാണ് അതിന്റെ ഫിഗർ വരുന്നുണ്ടാവുക. ഈ ഒരു രീതിയിലാണ് നമ്മൾ അതിന്റെ ഫിഗർ വരയ്ക്കുക. ഇനി മോഡുലസ് എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞ ആശയത്തിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് ചെയ്യുന്നതാണ്. അതായത് 1 യൂണിറ്റ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് മോഡുലസ് എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞ കാര്യം വരുന്നത്. ഈ രണ്ട് ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ് അല്ലെ? ഗ്രാഫ് വരയ്ക്കുമ്പോൾ തന്നെ ക്ലിയർ ആണ്. നമ്മൾ പറഞ്ഞു ഓൾജിബ്ര ഓഫ് കണ്ടിന്യൂറ്റി പ്രകാരം കണ്ടിന്യൂസ് ആയ രണ്ട് ഫംഗ്ഷൻസിന്റെ ഡിഫറൻസും എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പം നേരിട്ടിട്ട് നമുക്ക് എന്ത് പറയാം, ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, കണ്ടിന്യൂസ് ആണ്. എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നോക്കുക നിങ്ങൾ, മോഡുലസ് എക്സ് എന്ന് പറയുന്നത് എല്ലാ റിയൽ നമ്പറിലും എന്താണത്, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അതുപോലെ തന്നെയാണ് മോഡ് എക്സ് പ്ലസ് 1 എന്ന് പറയുന്ന കാര്യം കയറി വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ക്ലിയർലി എഫ് ഓഫ് എക്സ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ആശയം പറയാം. ഞാനതൊന്ന് കൺക്ലൂഡ് ചെയ്യാണ്. ക്ലിയർലി എഫ് ഓഫ് എക്സ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. നമ്മുടെ ചോദ്യം എന്താ, ഡിസ്കണ്ടിന്യൂസ് പോയിന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്, പിന്നെ ഡിസ്കണ്ടിന്യൂസ് പോയിന്റ് ഉണ്ടാവുമോ, ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് പറയാം therefore f of x has no discontinuous points. f of x ന് ഡിസ്കണ്ടിന്യൂറ്റി വരുന്ന പോയിന്റുകളൊന്നും ഉണ്ടായിരിക്കുകയില്ല. അതാണ് അതിൻ്റെ എന്ത് വരിക, കൺക്ലൂഷൻ കയറി വരുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് നമുക്ക് കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈടായി ചോദിക്കുന്ന എല്ലാ മോഡൽ ചോദ്യങ്ങളും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആൾജിബ്ര ഓഫ് കണ്ടിന്യൂറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ക്വസ്റ്റ്യൻസുകളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ ഡിസ്കണ്ടിന്യൂസ് പോയിന്റ് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആണെന്ന് ഷോ ചെയ്യുന്ന ക്വസ്റ്റ്യൻസുകൾ, അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് ഷോ ചെയ്യുന്ന ക്വസ്റ്റ്യൻസുകൾ, എയും ബിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസുകൾ, കണ്ടിന്യൂസ് ആണ് എന്ന് തന്നതിന് ശേഷം നിങ്ങളുടെ കെയിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്ന് പറയുന്ന കാര്യങ്ങൾ, അതുപോലെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ആശയം കണ്ടിന്യൂസ് ആണെന്ന് തെളിയിക്കുന്ന കോമ്പോസിഷൻ ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസുകൾ. ഇത്രയുമാണ് നിങ്ങൾ പ്രധാനമായും നിങ്ങളതിൽ ശ്രദ്ധിക്കേണ്ടത്. എല്ലാം നമ്മൾ പല ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തുടർച്ചയായി ക്ലാസ്സുകൾ നിങ്ങൾ ഒബ്സർവ് ചെയ്യാൻ ശ്രദ്ധിക്കുക, എങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടുകയുള്ളൂ. ഇനി നമ്മൾക്ക് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറഞ്ഞ ഭാഗവുമാണ് നമുക്കിനി എടുക്കാനുള്ളത്. ഡിഫറൻഷ്യബിലിറ്റിയുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.